1000 വട്ടം ഞാൻ നിന്നോട് കെഞ്ചി, ഒരല്പം വാറ്റിന് വേണ്ടി. ഏട്ടാതെ വന്നപ്പോഴാണ് കടത്തിന് മുന്തിയത്. കാശ് തന്നില്ലേ കൈവെട്ടിക്കളയെന്ന് പറഞ്ഞു. കൈവെട്ടാ വന്നാൽ ഓടി തള്ളിക്കളയും ഞാൻ. അതാടാ വാറ്റ് ഗോപാലൻ. കൈ നിറയെ വാളും പിന്നെ വാറ്റും. കണ്ട വാറ്റിലും മടിയിലും കള്ള് ഷാപ്പുകളിലൊക്കെ പോയി ആനമയ്ക്കും സൽസയും അടിച്ച് ഈ മുറ്റത്ത് വാള് വെച്ചാ അതും കൂടി കുടിക്കും ഞാൻ. ഇതാ ഞാൻ കുടിച്ച കള്ളിന്റെ കാശ് 50 പൈസ. പിടിച്ചോ. നീ എനിക്ക് കള്ള് വാങ്ങി തന്നില്ലെങ്കിലും ഞാൻ എന്റെ മുറ്റത്തൊരു 18 വട്ട തെങ്ങ് വെച്ചു. കണ്ടോ, നീ എന്നും രാവിലെ ഇതിന്റെ ചൂട്ടിൽ വാള് വയ്ക്കണം. എന്നിട്ട് ഇതിൽ കിട്ടുന്ന കള്ള് ചെത്തി കുടിച്ചിട്ട് ഈ വാറ്റുഗോപാലം വാള് വയ്ക്കും. പോയി നോക്കാൻ പറയടി അപ്പുറത്ത് ഞാൻ വെച്ച ആ മുട്ടം വാളിനെ. നീ പോയി മത്സരിക്ക്, എന്നിട്ട് ആ പൈന്റ് മാണിക്കത്തെ തോൽപ്പിക്ക്. തലയ്ക്ക് പിടിച്ചടാ. അത് ശരി. അപ്പൊ ഞാൻ എന്റെ കപ്പാസിറ്റി ലയിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഒരു പാതിരാത്രിക്ക് ഒരു കള്ളിഷാപ്പിൽ മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആത്യാക്കണം. നീ ആരാണ്, നിനക്ക് എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ആനമൈക്ക് വേണോ. അപ്പൊ ആ കിളവ് അറിഞ്ഞളഞ്ഞ് അവർക്ക് ആ ബ്രാൻഡ് അറിഞ്ഞൂടാ. അതോടെ തീർന്നു കിട്ടി. ഷാപ്പിൽ അക്കൗണ്ട് നോക്കാ വേണ്ട ഇരിക്കുന്നു. വെള്ളം ഒഴിച്ച് കാഞ്ഞ് കിളിഞ്ഞല്ല. എന്ത് നോക്കുന്നു? ഞാൻ അന്നേ പറഞ്ഞില്ലേ വെള്ളം ഒഴിക്കാൻ മോന്തല്ലെന്ന്. ഈ വലിയ കുടി ഉണ്ടല്ല, ഈ കള്ളക്കളവിട്ട പേരാണ് മാണിക്യം. പൈന്റ് മാണിക്യം. ഇനി ഞാൻ തന്നെയാണ് ആ കുടിയനെന്നുള്ളതിന് നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് പൂർത്തിയാക്കി തരാനുള്ള അടയാളമുണ്ട് കേട്ടാ. പണ്ട് എവള് വാറ്റി ഒഴിച്ചെന്ന പട്ടച്ചാരായം കുടിച്ച് നീ എന്റെ കണ്ണിൽ കൂടെ വാള് വെച്ചത് ഓർമ്മ വേണ്ട. അന്ന് ആ വാള് വീണ് അടിച്ചു പോയതാണ് എന്റെ ഈ കണ്ണ്. ഇന്നും അതുപോലെ തന്നെ ഉണ്ട് കേട്ടാ. കാണാനക്ക് കണ്ടോ എടോ, ആനമേക്കിയും കല്യാണിയും സൽസയും കൂട്ടി വാറ്റി 4 നേരം മുടങ്ങാതെ സേവിച്ച് കാഴ്ചയും നശിച്ച് കരളും വാടി മാണിക്യത്തെ മുസ്താദിനെയും പോലുള്ള നിരവധി ജീവിതങ്ങളുണ്ട് ഇവിടെ. ഇനി അത് തുടരാൻ ഞാൻ സമ്മതിക്കില്ല. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ജസ്റ്റ് നമ്പർ 10. പ്രിയപ്പെട്ടവരെ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം.